1984 ഒക്ടോബർ 31 ഇന്ത്യൻ ജനാധിപത്യം ഞെട്ടിത്തരിച്ച ദിവസം. അന്ന് രാവിലെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ന്യൂഡൽഹിയിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ ഒരു അഭിമുഖത്തിനായി നടന്നു നീങ്ങുകയായിരുന്നു. അപ്രതീക്ഷിതമായി അവരുടെ സ്വന്തം സുരക്ഷാ ഭടന്മാർ തന്നെ അവർക്ക് നേരെ നിറയൊഴിച്ചു. അംഗരക്ഷകരായ ബിയാൻ സിംഗും സത്വൻ സിംഗുമായിരുന്നു ആ ഘാതകർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷമുള്ള പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലായിരുന്നു ആ ദാരുണ സംഭവം. ഗുരുതരമായി പരിക്കേറ്റ ഇന്ദിരയെ ഉടൻ AIMS ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ അവർ മരണത്തിന് കീഴടങ്ങി. ഇന്ത്യയുടെ ഉരുക്കു വനിതയുടെ വിയോഗം രാജ്യത്തെ നടുക്കി. തുടർന്നുണ്ടായത് ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഏടുകളിലൊന്നായ സിഖ് വിരുദ്ധ കലാപമായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു യുഗത്തിന്റെ അന്ത്യം കുറിച്ചിട്ട് ഇന്നേക്ക് 41 വർഷം. ഇന്ത്യൻ ചരിത്രത്തിലെ ഈ കറുത്ത അധ്യായം ഒരു നൊമ്പരമായി ഇന്നും മുഴുവൻ അങ്കണവാടികൾക്കും സ്വന്തമായി ഭൂമി എന്ന നേട്ടം കൈവരിച്ച പോർക്കുളം പഞ്ചായത്ത്. ഭൂമിയില്ലാതിരുന്ന 2 അങ്കണവാടികൾക്ക് സൗജന്യമായി വിട്ടുകിട്ടിയ ഭൂമിയുടെ രേഖകൾ ജില്ലാ കളക്ടർ ഏറ്റുവാങ്ങി. 6-ാം വാർഡിലെ കൊങ്ങണൂർ വടക്കുമുറി, 2-ാം വാർഡിലെ പൊന്നം എന്നീ അങ്കണവാടികൾക്കാണ് യഥാക്രമം ഒരുവന്നൂർ മന സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, കോതോട്ട് വീട്ടിൽ രവി എന്നിവർ 3 സെന്റ് വീതം ഭൂമി വിട്ടു നൽകിയത്. ഭൂമിയുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായിരുന്നു. നമ്പർ 70 പുലരി അങ്കണവാടിക്കുള്ള ഭൂമിയുടെ രേഖ ഏറ്റുവാങ്ങൽ ഒരുവന്നൂർ മനയിലും, നമ്പർ 62 അങ്കണവാടിക്കുള്ള ഭൂമിയുടെ രേഖ ഏറ്റുവാങ്ങൽ പോർക്കുളം പഞ്ചായത്ത് കാര്യാലയത്തിലും നടന്നു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS രേഖകൾ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ അധ്യക്ഷനായി. സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, കോതോട്ട് രവി, വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഖില മുകേഷ്, PC കുഞ്ഞൻ, ജില്ലാ പ്രോഗ്രാം ഓഫീസർ N ദിവ്യ, CDPOമാരായ TV ശ്രീലത, K ജയശ്രീ, ICCS ഓഫീസർ KA അനിത, വിജിത പ്രജി, KA ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു. വാഴപ്പള്ളി മെഡിക്കൽസ് ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപം കോട്ടോൽ, പഴഞ്ഞി. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ ബ്രാൻഡഡ് ജനറിക് മരുന്നുകളും ഉത്തരവാദിത്വത്തോടുകൂടി ലഭിക്കുന്നു. മരുന്നുകളെല്ലാം ശരിയായ താപനിലയിൽ സൂക്ഷിച്ച് ഗുണമേന്മ നഷ്ടപ്പെടാതെ ജനങ്ങളിൽ എത്തിക്കുന്നു. 22 വർഷത്തെ സേവന പാരമ്പര്യം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഴപ്പള്ളി ഐവയർ ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് എതിർവശം, കോട്ടോൽ, പഴഞ്ഞി. ഫോൺ 9447768102. ഒക്ടോബർ 31 ദേശീയ ഐക്യദിനം. ഐക്യദിനാഘോഷത്തിന്റെ ഭാഗമായി പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ കൂട്ടയോട്ടം നടത്തി. SPC പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടുള്ള കേരളത്തിലെ 1048 സ്കൂളുകളിലും ഐക്യദിനാഘോഷം നടക്കുന്നതിന്റെ ഭാഗമായി പഴഞ്ഞി സ്കൂളിൽ നടന്ന കൂട്ടയോട്ടത്തിന്റെ ഫ്ളാഗ് ഓഫ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ KG പ്രദീപ് നിർവഹിച്ചു. ലഹരി വിരുദ്ധ സന്ദേശവുമായി നടത്തിയ ഓട്ടത്തിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജേഷ്, ഷെഫീഖ്, അജിൽ, ജ്യോതിഷ് എന്നിവർ പങ്കെടുത്തു. സ്കൂളിലെ SPC പ്രോജക്ട് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അബ്സ, അബ്ദുൾ, സുജേഷ് എന്നിവർ നേതൃത്വം നൽകി. നായർ സർവീസ് സൊസൈറ്റിയുടെ 111ാമത് പതാക ദിനം കരിക്കാട് ബട്ടുമുറി NSS കരയോഗത്തിൽ ആചരിച്ചു. കരയോഗം കമ്മിറ്റിയുടെ ചെയർമാൻ C വാസുദേവൻ പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കരയോഗം കമ്മിറ്റി അംഗം KR ഉണ്ണിക്കുട്ടൻ സ്വാഗതവും K മനോജ് നന്ദിയും പറഞ്ഞു. അക്കിക്കാവ് NSS കരയോഗ മന്ദിരത്തിൽ ഒക്ടോബർ 31 പതാക ദിനാചരണവും പ്രതിജ്ഞയെടുക്കലും നടത്തി. കരയോഗം പ്രസിഡന്റ് N രാധാകൃഷ്ണൻ മാസ്റ്റർ പതാക ഉയർത്തി. സെക്രട്ടറി P പ്രവീൺ കുമാർ, കരയോഗം വൈസ് പ്രസിഡന്റ് K ഭാസ്കരൻ നായർ, ട്രഷറർ K ഉണ്ണികൃഷ്ണൻ, K സഹദേവൻ, E ചന്ദ്രൻ നായർ, K വിനോദ് കുമാർ, K രാജേന്ദ്രൻ, തിലക ടീച്ചർ, N വിലാസിനി, മോഹൻ P നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അക്കിക്കാവ് മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് N രാധാകൃഷ്ണൻ മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി P പ്രവീൺ കുമാർ,
ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ രാമകൃഷ്ണൻ നായർ, പോർക്കുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് PM അബ്ബാസ്, മണ്ഡലം സെക്രട്ടറി PA രാമകൃഷ്ണൻ, വാർഡ് മെമ്പർ രേഖ ജയറാം, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനസ് നാസർ, മുൻ വാർഡ് മെമ്പർ ഗീതാഞ്ജലി ടീച്ചർ, ശ്രീകാന്ത് തുടങ്ങിയവർ അനുസ്മരണം നടത്തി. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തിനോടനുബന്ധിച്ച് രാഷ്ട്രീയ ഏകത ദിവസ് എന്ന പേരിൽ അൻസാർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് CP ജാബിർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ജൂനിയർ പ്രിൻസിപ്പൽ സാജിദ റസാഖ്, KR രവ്യ, SPC ഡ്രിൽ ഇൻസ്ട്രക്ടർ ജിൻസി VJ, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് ഓഫീസർ ആനന്ദ് ഹിരൺ, അസിസ്റ്റന്റ് പോലീസ് കാഡറ്റ് PK ആതിര, സ്റ്റുഡന്റ് കാഡറ്റ് സിയ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം റൺ എഗെയിൻസ്റ്റ് ഡ്രഗ് എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച കൂട്ടയോട്ടം പെരുമ്പിലാവ് അൻസാർ ആശുപത്രി പരിസരവും പെരുമ്പിലാവ് ജംഗ്ഷനും ചുറ്റി 2 കിലോമീറ്ററോളം ഓടി സ്കൂളിൽ സമാപിച്ചു. കൂട്ടയോട്ടത്തിന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളായ ഫൈഹ ഫാത്തിമത്ത്, നബീൽ VS, ഇഷാൻ മുഹമ്മദ് MS എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ ഇന്ത്യ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41 രക്തസാക്ഷിത്വ ദിനവും ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മദിനവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 72ാം ജന്മദിനവും അനുസ്മരണവും സംഘടിപ്പിച്ചു. നേതാക്കളുടെ ഛായാചിത്രങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. മറ്റം സെന്ററിൽ നടന്ന അനുസ്മരണ ചടങ്ങ് DCC സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അപ്പു ആളൂർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PV നിവാസ്, ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ കൂനമ്മൂച്ചി എന്നിവർ സംസാരിച്ചു. IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. ആനശല്യം. ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താതെ സർക്കാർ ഒളിച്ചോടുന്നു. അഡ്വക്കേറ്റ് KS നിസാർ. കാട്ടാനകൾ നിരന്തരമായി നാട്ടിലിറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിട്ടും ഭരണകൂടം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ അഭിപ്രായപ്പെട്ടു. മനുഷ്യജീവൻ അപകടത്തിലാക്കുന്ന ആനശല്യം നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PM ഷാജഹാൻ അളനാട് സെന്ററിൽ നടത്തിയ 24 മണിക്കൂർ നിരാഹാര സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാട്ടാനകളെ നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഇനിയും അമാന്തം കാണിച്ചാൽ
അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി വരും ദിവസങ്ങളിൽ നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഹംസ എളനാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് EA റഷീദ് മാസ്റ്റർ, FITU ജില്ലാ വൈസ് പ്രസിഡന്റ് അഷറഫ് മങ്ങാട്, പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ പരമേശ്വരൻ അറങ്ങോട്ടുകര, തണൽ വെൽഫെയർ സൊസൈറ്റി രക്ഷാധികാരി CV ഷാജി, കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് നവാസ് എടവിലങ്ങ് എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് അഫ്ലം, ഭാസ്കരൻ PP, സാദിഖ് PB, ബിനു MC, മുഹമ്മദ് കുട്ടി PA എന്നിവർ നേതൃത്വം നൽകി. മണ്ഡലം സെക്രട്ടറി KK ഷെഫുറ സ്വാഗതവും പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VA ഷെമിയ നന്ദിയും പറഞ്ഞു. അഖിലേന്ത്യാ തല സംഘടനാ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ മഹിളാ സംഘടനയായ ലജ്ന ഇമായില്ലാക്ക് അഖിലേന്ത്യാ തലത്തിൽ 7ാം സ്ഥാനവും ബാലികാ സംഘടനയായ നാസിറത്തുൽ അഹമ്മദിയാക്ക് 8ാം സ്ഥാനവും അഹമ്മദിയ യുവജന സംഘടനയായ മജ്ലിസ് ഗുദാമുൽ അഹമ്മദിയാക്ക് 7ാം സ്ഥാനവുമാണ് ലഭിച്ചത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള അഹമ്മദിയ കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകൾ കണക്കിലെടുത്ത് വാർഷികതല പ്രവർത്തന നിയമാവലി അടിസ്ഥാനമാക്കിയാണ് ഓരോ സംഘടനയ്ക്കും അഖിലേന്ത്യാ തലത്തിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ജൂറി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. മഹദ് ഇമാമിന്റെ ജന്മദേശമായ പഞ്ചാബിലെ ഗദായാനിൽ നടന്ന അഖിലേന്ത്യാ സംഘടനാതല സമ്മേളനത്തിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി കായിക വൈജ്ഞാനിക മത്സരങ്ങളിൽ മാറ്റുരച്ച് വിജയിച്ചവർക്കും സമ്മേളനത്തിൽ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. പുരസ്കാരങ്ങൾ ലഭിച്ച ആളൂർ യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ്, ആളൂർ മഹിളാ സംഘടനാ പ്രസിഡന്റ് സബീന താജുദ്ദീൻ, ബാലികാ സംഘടനാ പ്രസിഡന്റ് തൂബ ഖലീൽ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോർ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോർ, കാലിക്കറ്റ്, ആറേമ്പാടം, കുന്നംകുളം. ചൂണ്ടൽ പഞ്ചായത്തിലെ 8ാം വാർഡിൽ പുനർനിർമ്മിച്ച മന്നലി ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. ആരോഗ്യ ഉപകേന്ദ്രത്തിനടുത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂലൻ ഫിനു, സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം TP പ്രജീഷ്, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ജനപ്രതിനിധികൾ, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ, പ്രദേശവാസികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആശാപ്രവർത്തകരുടെ ഭത്ത 1000 രൂപ വർദ്ധിപ്പിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആശാപ്രവർത്തകർ MLAയെ ബൊക്കെ നൽകി സ്വീകരിച്ചു. ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പായസ വിതരണവും നടന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം ചരമവാർഷികത്തിനോടനുബന്ധിച്ച് കാട്ടാക്കാമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ചിറക്കൽ സെന്ററിൽ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. MA അബ്ദുൾ റഷീദ്, സാംസൺ പുലിക്കോട്ടിൽ, KSU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി, കോൺഗ്രസ് ഭാരവാഹികളായ NK അബ്ദുൾ മജീദ്, ബിജു ജോബ്, ശശിധരൻ കണ്ടമുള്ളി, ജനാർദ്ദനൻ അതിയാരത്ത്, മിനി ടീച്ചർ, ഉമാദേവി TK, മുഹമ്മദ് കുട്ടി, സുബ്രു ഐനൂർ, KK ഇക്ബാൽ, റസാഖ് പെരുന്തുരുത്തി, KK രവി, CC സക്കറിയ, മോനുട്ടി കോട്ടോൽ എന്നിവർ പ്രസംഗിച്ചു. ബിജു വാഴപ്പുള്ളി, NR ദേവരാജൻ, ഷെറീഫ് കോട്ടോൽ, വിൽസൺ പഴഞ്ഞി, മുഹമ്മദ് അലി ചിറയങ്ങാട്, MC ജോയ്കുമാർ, അഷറഫ് പാപ്പിരുത്തി, രജീഷ് പെങ്ങാമുക്ക്, ഗീവർ കാഞ്ഞിരത്തിങ്കൽ, ശ്രീധരൻ ചിറക്കൽ, VK രാജു, NA മനോഹരൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി.
ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM and Sons Dindigul. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. കടവല്ലൂർ പഞ്ചായത്തിൽ 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന സംഗമോത്സവം 2025 വനിതാ സംഗമത്തോടെ സമാപിച്ചു. പഞ്ചായത്തും പാലിയേറ്റീവ് മാനേജ്മെന്റ് കമ്മിറ്റിയും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് സംഗമോത്സവം സംഘടിപ്പിച്ചത്. സമാപന ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് നടന്ന വനിതാ സംഗമം പ്രശസ്ത എഴുത്തുകാരിയും അധ്യാപികയുമായ ദീപ നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത നാടൻ പാട്ടുകലാകാരി പ്രസീത ചാലക്കുടി ചടങ്ങിൽ വിശിഷ്ടാതിഥിയും ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയും ആയിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA ഫൗസിയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, ജയകുമാർ പൂളയ്ക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി KR രേഖ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിശിഷ്ടാതിഥികളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വനിതകളെയും ചടങ്ങിൽ ആദരിച്ചു. ശേഷം സംഗീത കലാവിരുന്നും ഉണ്ടായിരുന്നു. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ പ്രസാദ് നമ്പൂതിരിക്ക് മരത്തങ്കോട് പുതിയ മാത്തൂർ ചിറക്കൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. വെള്ളിയാഴ്ച രാവിലെ 8-നെത്തിയ പ്രസാദ് നമ്പൂതിരിയെ പെരുമ്പള്ളി സുബ്രഹ്മണ്യൻ നമ്പൂതിരി പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് തകിൽ നാദസ്വരത്തിന്റെയും പൂത്താലത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്ര പ്രദക്ഷിണവും ദർശനവും നടത്തിയ തിരുമേനിക്ക് ക്ഷേത്ര മേൽശാന്തി പയ്യൂർ കൃഷ്ണൻ ഭട്ടതിരിപ്പാട് പ്രസാദം നൽകി അനുഗ്രഹിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പെരുമ്പള്ളി ജയരാജ് നമ്പൂതിരി പൊന്നാടയും കോനേത്ത് മുരളി നായർ ഉപഹാരവും നൽകി ആദരിച്ചു. വിവിധ ഭക്തജന സംഘടനകളും അദ്ദേഹത്തെ ആദരിച്ചു. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് തിരുമേനി പ്രസാദം വിതരണം ചെയ്തു. സ്വീകരണത്തിന് ഭരണസമിതി ഭാരവാഹികളായ ഹൃദയൻ, സജിത്ത്, അഭിലാഷ്, ഉദയൻ, ദാസൻ, ഹരി കോനേത്ത്, നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിലെ കൊടകര ആറേശ്വരം ക്ഷേത്രത്തിലെ മേൽശാന്തിയായ പ്രസാദ് നമ്പൂതിരി ഏറന്നൂർ മനക്കൽ ദാമോദരൻ നമ്പൂതിരി ദേവസേന ദമ്പതികളുടെ മകനാണ്. ഇതിനു മുമ്പ് 2 തവണ മേൽശാന്തി തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകിയെങ്കിലും ഇത്തവണയാണ് തന്നെ തിരഞ്ഞെടുത്തതെന്നും അത് തന്റെ ഭാഗ്യമായി കാണുന്നുവെന്നും അപൂർവം പേർക്ക് മാത്രം കിട്ടുന്ന അവസരമാണ് അയ്യനെ പൂജിക്കാൻ ലഭിക്കുന്നത്. വാസുപുരത്ത് ആറേശ്വര ക്ഷേത്രത്തിലായിരുന്നു ശാന്തി. അവിടെ നിന്നാണ് ശബരിമലയ്ക്കുള്ള അപേക്ഷ കൊടുക്കുന്നത്. 3 തവണ അവിടെ നിന്ന് തന്നെയാണ് അപേക്ഷ കൊടുത്തത്. 3ാമത്തെ തവണയാണ് അയ്യപ്പൻ്റെ നിയോഗം ഉണ്ടായത്. ഈ ഭാര്യയും 2 മക്കളും ഉണ്ട്. ഭാര്യ ആലങ്കോട് പെരുമ്പള്ളിയാണ്. മകൻ അച്യുത് ദാമോദർ +2 പഠിക്കുന്നു. 2ാമത്തെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ ഇന്ദിരാജി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ചാലിശ്ശേരി ഇന്ദിരാഭവനിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PV ഉമ്മർ മൗലവി അധ്യക്ഷത വഹിച്ച അനുസ്മരണ ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ PC ഗംഗാധരൻ, KM ചന്ദ്രശേഖരൻ, തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ AM ഷെഫീഖ്, ഹുസൈൻ പുളിയഞ്ഞാലിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ഗോപിനാഥ് പാലഞ്ചേരി, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പ്രദീപ് ചെറുവാശ്ശേരി, CV മണികണ്ഠൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ഹാഷിം അച്ചാരത്ത്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പൊന്നുള്ളി, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ജലീൽ നരിക്കാട്ടിൽ, PA നൌഷാദ്, മുഹമ്മദ് അലി ആനപ്പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സജീഷ് കളത്തിൽ, മോനു ആലിക്കര,
കോയ മയിലാടിക്കുന്ന്, സലീം മയിലാടിക്കുന്ന് എന്നിവർ പങ്കെടുത്തു. രാഷ്ട്രീയ ഏകതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ഏകതാ ദിനം ആഘോഷിച്ചു. സ്കൂളിൽ നടന്ന ദിനാഘോഷത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപകൻ MK സൈമൺ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് ജിൻഡോ ജോസ് തേറാട്ടിൽ കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. രാഷ്ട്രീയ ഏകതാ ദിനാഘോഷ പരിപാടികൾക്ക് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ TK ഡെൽജോ, PJ ജാൻസി തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേജിന്റെ മേൽക്കൂരയുടെ ഉദ്ഘാടനവും PTA പ്രസിഡന്റുമാരെ ആദരിക്കലും പ്രധാന അധ്യാപകരെ അനുമോദിക്കലും ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KT ഷാജൻ, പ്രിൻസിപ്പൽമാരായ K വെങ്കിട്ടമൂർത്തി, AJ ജനീർലാൽ, പ്രധാന അധ്യാപിക മേഴ്സി മാത്യു, വൈസ് പ്രിൻസിപ്പൽ MS ജയശ്രീ എന്നിവർ പ്രസംഗിച്ചു. PTA പ്രസിഡന്റുമാരായ VK ചന്ദ്രൻ, VS സിദ്ധാർത്ഥൻ, M ഉദയശങ്കർ, ജയപ്രകാശ് കാട്ടാക്കാമ്പൽ, KK സുനിൽകുമാർ, PK രവീന്ദ്രൻ, CG രഘുനാഥ്, ഷാജി മനന്ദൻ, സാബു ഐനൂർ എന്നിവരെയും പ്രിൻസിപ്പൽമാരായ K വെങ്കിട്ടമൂർത്തി, AJ ജനീർലാൽ, പ്രധാന അധ്യാപിക മേഴ്സി മാത്യു എന്നിവരെയും NSS സംസ്ഥാന കോർഡിനേറ്റർ P രഞ്ജിത്തിനെയും അനുമോദിച്ചു. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രമല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും കാൽനട ജാഥയ്ക്ക് അഞ്ചങ്ങാടി സെന്ററിൽ സ്വീകരണം നൽകി. കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ 2 ദിവസമായി നടന്നുവരുന്ന ജാഥയാണ് 3ാം ദിവസം അഞ്ചങ്ങാടിയിൽ എത്തിയത്. ഒക്ടോബർ 29-ന് എടക്കഴിയൂർ തെക്കേ മദ്രസ പരിസരത്ത് വെച്ച് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രനാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. 30-ന് ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിച്ച് ആൽത്തറയിൽ സമാപിച്ചു. 31-ന് ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് ചേറ്റുവയിൽ സമാപിച്ച ജാഥയ്ക്ക് വിവിധ വർഗ ബഹുജന സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ സ്വീകരണം നൽകി. സംഘാടക സമിതി ചെയർമാൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ KV അഷറഫ് അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ കേരള NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി PB ഹരിലാൽ, വൈസ് ക്യാപ്റ്റൻ ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ ഡോക്ടർ PP സന്തോഷ്, ജാഥ മാനേജർ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് TM ബിന്ദു ടീച്ചർ എന്നിവർ ജാഥ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. LDF സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ആഹ്ലാദം. ചാലിശ്ശേരിയിൽ CPM പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിച്ച് ജനക്ഷേമ പ്രവർത്തനങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ LDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് CPM ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ സമാപിച്ചു. പ്രകടനത്തിന് ലോക്കൽ സെക്രട്ടറി വിജയമ്മ ടീച്ചർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുയോഗം മുൻ MLAയും ഏരിയ കമ്മിറ്റി അംഗവുമായ TP കുഞ്ഞുണ്ണി സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു.
ജനങ്ങളെ സ്പർശിക്കുന്നതും ജീവിത നിലവാരം ഉയർത്തുന്നതുമായ നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിയതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുഞ്ഞുകുട്ടൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വിജയമ്മ ടീച്ചർ, KA പ്രയാൺ എന്നിവർ സംസാരിച്ചു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നേതാക്കൾ നന്ദി പറഞ്ഞു. ചങ്ങരംകുളം മുക്കുതല കാഞ്ഞൂർ AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ പുകയില വിരുദ്ധ റാലി നടത്തി. സ്കൂളിലെ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുഞ്ഞുങ്ങൾ പുകയില വിരുദ്ധ തലമുറയെ വളർത്തുകയും ആരോഗ്യബോധം സമൂഹത്തിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പുകയില വിരുദ്ധ റാലിയും തെരുവു നാടകവും സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക ഓമന ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നൌഷാദ് VK, PTA പ്രസിഡന്റ് ഫിറോസ് PP, MPTA പ്രസിഡന്റ് സുരഭി സതീശൻ എന്നിവർ ആശംസയർപ്പിച്ചു. സേ നോ ടു ടുബാക്കോ, യെസ് ടു ഹെൽത്ത് എന്ന സന്ദേശം ഉയർത്തിയാണ് ലഹരിക്കെതിരെ കുട്ടികൾ റാലി നടത്തിയത്. പുകയിലയുടെ ഇരുളിൽ നിന്ന് ആരോഗ്യത്തിന്റെ വെളിച്ചത്തിലേക്ക് കടക്കേണ്ടതിന്റെ സന്ദേശമായി കുട്ടികൾ അവതരിപ്പിച്ച നാടകവും ശ്രദ്ധേയമായി. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തി. കുന്നംകുളം നഗരസഭ ഭവന അറ്റകുറ്റപ്പണിക്ക് ആദ്യ ഗഡു നൽകി. കുന്നംകുളം നഗരസഭ 2025-26 വാർഷിക പദ്ധതിയിൽ ഭവന അറ്റകുറ്റപ്പണിക്കുള്ള ആദ്യ ഗഡു വിതരണം ചെയ്തു. ജനറൽ SC വിഭാഗങ്ങളിലായി 121 ഗുണഭോക്താക്കൾക്കാണ് ആദ്യ ഗഡു വിതരണം ചെയ്തത്. ജനറൽ വിഭാഗത്തിൽ 88 പേർക്കും SC വിഭാഗത്തിൽ 33 പേർക്കുമാണ് ഗഡു നൽകിയത്. നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ആദ്യ ഗഡു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, പട്ടികജാതി വികസന ഓഫീസർ MS ആര്യ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി PB ബിന്നു തുടങ്ങിയവർ പങ്കെടുത്തു. ഹാർബറിൽ അജ്ഞാതനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുഖത്ത് മുറിവേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് വിലയിരുത്തൽ. മരിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഹാർബറിൽ കൂട്ടിയിട്ട വലക്കെട്ടിന് മുകളിൽ അജ്ഞാതനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പൊന്നാനി പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി. തുടർന്ന് പൊന്നാനി എമർജൻസി ടീം ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മരണത്തിൽ ദുരൂഹത സംശയിക്കുന്ന സാഹചര്യത്തിൽ ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പൊന്നാനി പോലീസ് അന്വേഷണം ഊർജിതമാക്കി.